ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് മന്ത്ലി ജൂലൈ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ കാപ്രിക്കോൺ, നമ്മൾ നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ജൂലൈയിൽ ഉണ്ടാവാൻ പോണേ? കരിയറിലും ലവിലും രണ്ടും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എന്നുവെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ മാസത്തിൻ്റെ ഔട്ട്കം നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ല വെച്ചാൽ. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 4 of Wands ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് ഞാൻ എൻഡിലാണ് തുറക്കാൻ പോണേ. അപ്പോൾ കാപ്രിക്കോൺ, ഇവിടെ ഞാൻ കാണുന്നത് 4 of Wands ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജി കുറേ പോസിറ്റീവ് ആണ്. ഇത് ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്, വീട് വാങ്ങിക്കണ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി വീട് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാസം നല്ല മാസമാണ്, പോസിറ്റീവ് മാസമാണ്, മന്താണ്. ഇതൊരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. മാരേജ് ഫിക്സ് ചെയ്യണ എനർജി ആയിരിക്കാം, എൻഗേജ്മെൻറ്റിൻ്റെ എനർജി ആയിരിക്കാം. അപ്പോൾ എന്തോ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ജൂലൈ മാസത്തിൽ. ഇതൊരു റീകൺസിലിയേഷൻ്റെ എനർജി ആവാം. അപ്പോൾ 5 of Pentacles ആണ് നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ ഒരു ലോസ് ആണ് ഞാൻ കാണുന്നത്. ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ഇല്ലാച്ച ഇതൊരു റിലേഷൻഷിപ്പിൽ ലോസ് ആയിരിക്കാം. നമ്മൾക്ക് ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ 4 of Wands എന്തിനാണ് നിങ്ങൾക്ക് 4 of Wands ഇവിടെ? 10 of Wands. അപ്പോൾ എന്തോ ഒരു പാസ്റ്റ് ബാഗേജ് റിലീസ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ആണ് ചെയ്യണത്. 3 of Swords. അപ്പോൾ മേ ബി ഒരു റിലേഷൻഷിപ്പിനെ ആണോ ലെറ്റ് ഗോ ചെയ്യണത് എന്ന് വെച്ചാൽ 3 of Swords ഒരു ബിട്രേയുടെ എനർജിയാണ്. ആൻഡ് അതിൻ്റെ കാരണം വരണ ബാഗേജ് നിങ്ങൾ കുറേ സമയമായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യുന്നുണ്ട്. ആ ബാഗേജ്, ആ ഇമോഷണൽ ബാഗേജ് എവിടെയോ നിങ്ങൾക്ക്. ആൻഡ് ഈ 3 of Swords മുമ്പേ ആയിട്ടുണ്ടാവും, കുറേ മുമ്പേ ആയിട്ടുണ്ടാവും, ഇല്ല റീസെൻ്റ് ആയിരിക്കും. പക്ഷെ ഈ ഹാർട്ട് ബ്രേക്ക്, ഈ ബ്രേക്കപ്പ് ഉണ്ടായത്, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായത്, ആ എനർജിയിൽ നിന്ന് നിങ്ങൾ ഇതുവരെ പുറത്ത് വന്നിട്ടുണ്ടായില്ല. ആ എനർജീനെ നിങ്ങൾ ക്യാരി ഓൺ ചെയ്തു. ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം ഈ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായേ, ഓർ എൽസ് കരിയറിലായിരിക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾ ഇത് ക്യാരി ഓൺ ചെയ്തു കുറേ സമയം വരെ. ആൻഡ് ഇപ്പോൾ ഫൈനലി നിങ്ങൾ ആ ഡിസപ്പോയിൻമെൻറ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ടാണ് ഒരു സെലിബ്രേഷൻ മാതിരി നിങ്ങൾ ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഒരു പുതിയ സ്റ്റാർട്ട് മാതിരിയാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്, ഫിനാൻഷ്യലി ആസ് വെൽ ആസ് റൊമാൻറ്റിക്കലി. 5 of Pentacles നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ്? ഇവിടെ ഞാൻ കാണുന്നത് 6 of Wands ആണ്. ഈ 6 of Wands എന്താണ്? 5 of Swords. അപ്പോൾ ഇവിടെ ആരോ നിങ്ങളെ മാന്യൂപ്പുലേറ്റ് ചെയ്ത മാതിരി ഒരു എനർജി. ഇത് അഗൈൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഫാമിലി മെമ്പർ ആയിരിക്കാം, കലീഗ്സ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് കുറേ ആൾക്കാർ ഓർ മേ ബി ഒരു പേഴ്സൺ നിങ്ങളെ കുറേ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ് ഞാൻ കാണുന്നത്, ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് മാതിരി ഒരു എനർജി. നിങ്ങളെ മിസ്ലീഡ് ചെയ്തു എങ്ങനെയോ ഈ പേഴ്സൺ. ആൻഡ് ആക്ച്വലി ഇവർ നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് കുറേ ജെലസ് ആയിരുന്നു. ഈ പേഴ്സൺ നിങ്ങൾ മുമ്പോട്ട് പോണ കാണുമ്പോൾ അവർക്കൊരു ജെലസ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിങ്ങളുടെ പ്രോഗ്രസ് എവിടെയോ അവർ സാബോട്ടാജ് ചെയ്തു എന്നാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ വേറെ ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻ്റർഫിയർ ചെയ്തു. അവർക്ക് ഒരു ജെലസി ഉണ്ടായിരുന്നു. നിങ്ങൾ മുമ്പോട്ട് ഒരു റിലേഷൻഷിപ്പ്, ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത്ര ലക്കിയാണെന്ന് അവർക്ക് തോന്നി. ആൻഡ് അവർ ആ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കി. ആൻഡ് അതിൻ്റെ കാരണം എന്തോ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആയി. അതാണ് ഞാൻ കാണുന്നത്.
പക്ഷെ ജൂലൈ മാസത്തിൽ 2 of Cups ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഈ 2 of Cups എന്താണ് ഇവിടെ? ജഡ്ജ്മെന്റ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ആരെങ്കിലും പാസ്റ്റിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്തു ഇല്ലച്ചാ നിങ്ങളുടെ കരിയർ സക്സസ്സിൽ അവർ എന്തെങ്കിലും ഇന്റർഫിയർ ചെയ്തുണ്ടെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആണെച്ചാൽ ഇതൊരു റീകൺസിലിയേഷൻ ആവാം. കരിയർ കാര്യമാണെച്ചാൽ നിങ്ങൾക്ക് മുമ്പേ കിട്ടിയ സക്സസ് തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്നത് 9 of Swords ആണ്. കുറെ സ്ട്രെസ്സാണ് നിങ്ങൾ എടുക്കണം ഈ സമയത്ത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറെ ആങ്സൈറ്റി ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ, ഈ കരിയറുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. പക്ഷെ ആ ആങ്സൈറ്റിയുടെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിൽ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് കാണുന്നത്. കുറെ അബണ്ടൻസ്, സ്റ്റെബിലിറ്റി, ലോങ് ടേം റിലേഷൻഷിപ്പ് അതൊക്കെയാണ് കാണുന്നത്. 10 of Pentacles, ഇവിടെ 7 of Cups ഉണ്ട്. അപ്പോൾ 7 of Cups ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ചോയ്സസിൻ്റെ എനർജിയാണ്. പക്ഷെ ഇവിടെ സെലിബ്രേഷനും ഉണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം പാസ്റ്റിൽ വർക്കൗട്ട് ചെയ്യാത്തത്, ഒരു ഡിസപ്പോയിൻമെന്റ് ആയത്, ഇപ്പോൾ നിങ്ങൾ അത് ടേൺ അറൗണ്ട് ആണ് ചെയ്യണം. ആ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി മാറിയിട്ട് ഒരു പോസിറ്റീവ് വേയിലാണ് ഫ്യൂച്ചറിലേക്ക് പോണത്. അപ്പോൾ ഒരു നല്ല റീഡിംഗ് ആണ് ഇത്. പക്ഷെ നിങ്ങളുടെ ചാലഞ്ച് 2 of Wands ആണ്. ചാലഞ്ച് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാം കുറെ സൂക്ഷിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്സ് എടുക്കുക. എന്നുവെച്ചാൽ ഒരു ഇമ്പൾസീവ് നേച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ്ങിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നൻറ്റും ആവാൻ പാടില്ല. കുറെ പ്ലാനിങ്ങും സ്ട്രാറ്റജൈസിങ് ചെയ്തിട്ടും കാര്യമില്ല. ചിലപ്പോൾ നമ്മൾക്ക് ഫ്ലോയിൽ പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഒരു ഡിസപ്പോയിൻറ്റിങ് എന്തുകൊണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു ക്രോസ് റോഡ്സിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് അറിയാണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതൊരു അത്രയും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ല. എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഹൈ പ്രീസ്റ്റസ് ആണ് ഇവിടെ അഡ്വൈസ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ഓൾറെഡി അറിയാം. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാ ഇതിനെ ഡീൽ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ഇഗ്നോർ ചെയ്യണത്. ഹൈ പ്രീസ്റ്റസ് സ്പൈസീസ് എനർജിയാണ്. ഇവിടെ കുറെ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേട്ടാ, നിങ്ങളുടെ ഹാർട്ടിന്റെ വോയിസ് കേട്ടാ. ഇത് ഇവിടെ 7 of Wands ഉണ്ട്. ചില ചാലഞ്ചസ്, ബ്ലോക്കേജസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഡൗട്ട് ചെയ്യാനാണ് പുഷ് ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുവരെ സക്സസ് കിട്ടാത്തത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ വോയിസ് കേട്ടാൽ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ മുമ്പോട്ട് പോകും. ഇവിടെ കുറെ സക്സസ് ഉണ്ട്. നൈറ്റ് ഓഫ് വോൺസ് ഞാൻ ഒരു ഹിഡൻ ഫാക്ടറിലാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വോൺസ് ഒരു ഇൻ ആൻഡ് ഔട്ട് പ്ലെയർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഇത് മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ ബ്രേക്ക് ഓഫ് ചെയ്ത പേഴ്സൺ ആയിരിക്കാം, ഓറൽസ് നിങ്ങൾക്ക് അറിയണ ആരോ തിരിച്ചു വരാൻ പോകുന്നുണ്ട്, ഡെവിൽ. പക്ഷെ ഈ പേഴ്സൺ കുറെ ഒരു ടോക്സിക് പേഴ്സൺ ആണ്. ഇപ്പോഴും അങ്ങനത്തെ എനർജിയിൽ തന്നെയാണ് വരണേ. ഇപ്പോഴും അവർ ഒരു കാഷ്വൽ അപ്രോച്ചിലാണ് വരണേ. ഈ പേഴ്സൺ ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആണ് വെച്ചാൽ ഇവർ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോഴും സീരിയസ് അല്ല നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ തന്നെയാണ് അവർ പറയണത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഔട്ട്കം ജൂലൈ മാസത്തിൻ്റെ എന്താണെന്ന് നമ്മൾക്ക് ഇപ്പോൾ റിവീൽ ചെയ്യാം. ഔട്ട്കം ആണ് ഹൈറോഫാണ്ട്. അപ്പോൾ ഹൈറോഫാണ്ട് ടോറസ് എനർജിയാണ്. ഇതൊരു മാരേജിൻ്റെ എനർജിയാണ്, ഒരു സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയാൻ നോക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ ഏഞ്ചൽസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങൾക്ക് ഒരു മെസ്സേജാണ് തരാൻ നോക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയാൻ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ അത് നോക്കുക, അത് സൂക്ഷിച്ച് കേൾക്കാൻ നോക്കുക. ഹൈറോഫാണ്ട്, കിങ് ഓഫ് സോർഡ്സ്,
8 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ മേ ബി ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. മേ ബി ഒരു ലോയർ ഇല്ല കൗൺസിലറുടെ ആവശ്യം ഉണ്ടാ വെച്ചാൽ അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ ഹെൽപ്പ് എടുക്കുക. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു വെരി പ്രാക്ടിക്കലായിട്ട് വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഇമോഷണലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്താൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല ഈ സമയത്ത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുക. ആൻഡ് നമ്മൾക്ക് ഇവിടെ ഒരു മെസ്സേജ് എടുക്കാം, ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാപ്രിക്കോൺ. സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. അപ്പോൾ നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്, ആ കംഫർട്ട് സോണിന് പുറത്തു വരാനാണ് യൂണിവേഴ്സ് പറയണത്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. അപ്പോൾ ഒരു കാര്യവും ഇമ്പോസിബിൾ അല്ല, എല്ലാം പോസിബിൾ ആണ്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ആൻഡ് ഇതാണ് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ റീഡിങ്. ഇത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ, ഈ വീഡിയോനെ. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ച വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഞാൻ ഇവിടെ എല്ലാം ഡീറ്റെയിൽസ് അവിടെ അയച്ചു തരാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.